ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരും ഉറ്റുനോക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം വടകര ലോക്സഭാ മണ്ഡലം. ഒരർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ കൊടുമ്പിരി കൊള്ളുന്നതിന് മുൻപേ തന്നെ അവിടെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായി എന്ന് വേണം പറയാൻ. ആദ്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സിറ്റിംഗ് എംപിമാർ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ള തീരുമാനം വന്നതോടെ വടകരയിൽ കെ മുരളീധരൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു. ആ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ മത്സരിക്കുന്നില്ല എന്നും പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നു എന്നെല്ലാം തന്നെ വാക്കുമാറ്റി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹത്തിന്റെ ഉന്നം നിയമസഭാ സീറ്റ് ആണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന ഒരു ഘടകം തന്നെയാണ്. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തോൽവി തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നുള്ള ഖ്യാതിയെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉന്നം വെക്കുകയാണ് യഥാർത്ഥത്തിൽ മുരളീധരന്റെ ലക്ഷ്യമെന്ന് വരെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. പഠനങ്ങളും വിശകലനങ്ങളും, അതായത് കൃത്യമായ രാഷ്ട്രീയ പഠനങ്ങളും വിശകലനങ്ങളെല്ലാം തന്നെ വന്നതാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പിന്നീട് ചൂട് പിടിച്ചതോടെ കെ മുരളീധരൻ ജയിച്ചേ തീരുവെന്നായി. അപ്പോഴാണ് കെ മുരളീധരന് ഒത്ത സ്ഥാനാർത്ഥിയായി അവിടെ കെ ശൈലജ ടീച്ചറെ നിർത്താൻ CPMന്റെ ഭാഗത്ത് നിന്ന് ധാരണയാകുന്നത്. അപ്പോൾ പിന്നെ രണ്ട് ജനകീയ നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായി വടകര മാറുന്നു. അപ്പോഴാണ് കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് അന്നത്തെ ദിവസം രാത്രി തന്നെ കെ മുരളീധരനെ നേരെ തൃശ്ശൂരിലേക്കും പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ നേരെ വടകരയിലേക്കും തട്ടി. അതോടെ വീണ്ടും ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കെല്ലാം തന്നെ തുടക്കമാവുകയായിരുന്നു. ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചർക്ക് ഉള്ള ഒരു ഒത്ത നേതാവാണോ എന്നുള്ള രീതിയിൽ പോലും ചർച്ചകളുണ്ടായി. പക്ഷേ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും യാത്ര തിരിച്ചപ്പോൾ ചർച്ചയുടെ ഗതിയെല്ലാം തന്നെ മാറിയെന്ന് വേണം പറയാൻ. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രിയ നേതാവിനെ അങ്ങ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾ കരഞ്ഞതും ആ കണ്ണീരണിഞ്ഞ വാർത്തയെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ കാറ്റെല്ലാം തന്നെ മാറി വീശുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീക്കി എന്ന് വേണം പറയാനായിട്ട്. യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് അവരുടെ ജാഗ്രതാപരമായ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള കേരളം വലിയൊരു ക്രൈസിസിൽ നിന്ന സമയത്തുള്ള അവരുടെ സമീപനമാണ്, ആ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അവരെ ഇത്ര ജനകീയമാക്കി തീർത്തത്. അതേ രീതിയിൽ തന്നെ വളർന്നു വരുന്ന ഒരു ജനകീയ നേതാവായിട്ടാണ് ഷാഫി പറമ്പിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ TV പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് വലിയ തരത്തിലുള്ള ആകുലത CPMന് സമ്മാനിച്ചു എന്ന് വേണം കരുതാൻ. എന്ന് തന്നെയാണെങ്കിലും വടകര ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് സ്ഥിതി എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. അതായത് രണ്ട് ജനകീയ നേതാക്കൾ, രണ്ട് ജനപ്രിയ നേതാക്കൾ, രണ്ട് ഏറെ സ്വാധീനമുള്ള നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ആ ഏറ്റുമുട്ടലിന് കൗതുകം കൂടുതലാണ്, ആശങ്ക കൂടുതലാണ്, ആകാംക്ഷ കൂടുതലാണ് എന്നുള്ളതാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷമായി നിൽക്കുന്നത്. അതേ സാഹചര്യത്തിൽ കെ ശൈലജ ടീച്ചറോളം തന്നെ കരുത്താർജിച്ചുകൊണ്ട് അവിടെ കെ രമ കൂടി ഉണ്ട് എന്നുള്ളതും CPMനെ സംബന്ധിച്ചിടത്തോളം അല്പം ആകുലത സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി വടകരയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ശൈലജ ടീച്ചർക്ക് ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു നേതാവാണെന്നും അല്ലെങ്കിൽ അദ്ദേഹം നല്ല ഒരു ജനകീയനായ നേതാവാണെന്നെല്ലാം തന്നെ സ്ഥാപിക്കുമ്പോൾ പോലും ശൈലജ ടീച്ചർക്ക് അനുകൂലമായി വീശാൻ സാധ്യതയുള്ള 5 കാരണങ്ങളാണ് പറയുന്നത്. ആ കാരണങ്ങളെ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ കാരണം തുടങ്ങുന്നത് അത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. കാരണം 2ാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന് ജനങ്ങൾ അല്ലെങ്കിൽ കേരളം അപ്പാടെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ശൈലജ എന്ന് പറയുന്നത്. പക്ഷേ 2ാം പിണറായി സർക്കാർ വന്ന സാഹചര്യത്തിൽ കെ ശൈലജ ടീച്ചർ മന്ത്രിസഭയിൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. അതോടുകൂടി കോൺഗ്രസ് എങ്ങനെയെങ്കിലും പിണറായി തകർക്കുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറുടെ മേന്മകൾ ഓരോന്നായി എടുത്തു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് കളത്തിലിറങ്ങി എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർക്ക് എതിരാളിയായിട്ട് ഒരു കോൺഗ്രസ് പ്രതിനിധി എത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അന്ന് എടുത്തു പറഞ്ഞിട്ടുള്ള എല്ലാ മേന്മകളും കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകുമെന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. ഇനി 2ാമത്തെ ഘടകം എന്ന് പറയുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഇപ്പോഴും ഒരു TP ചന്ദ്രശേഖരൻ ഇഫക്റ്റ് നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ TPയുടെ കാറ്റ് യഥാർത്ഥത്തിൽ CPMന് പ്രതികൂലമായി തന്നെ വരുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വസ്തുത തന്നെയായിരുന്നു. ഈ വസ്തുതയെ മറികടക്കണമെങ്കിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും പ്രത്യേകിച്ചും പുരുഷൻ ആണ് വരുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു അക്രമ രാഷ്ട്രീയ സ്വഭാവം, CPMന്റെ അക്രമ രാഷ്ട്രീയ സ്വഭാവം എടുത്തു കാണിക്കും. അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനം CPMന് നേരെ വരുമെന്നുള്ളത് തീർച്ചയായും ഒരു വസ്തുതയായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധിക്കണമെങ്കിൽ അവിടെ ആ മെയിൽ കാൻഡിഡേറ്റ് എന്നതിനെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിനെ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു CPMന്റെ തന്ത്രപരമായ നീക്കം. ആ ഫീമെയിൽ കാൻഡിഡേറ്റിനെ, അതായത് ഒരു വനിതാ സ്ഥാനാർത്ഥി അവിടെ ഇറക്കുന്ന സാഹചര്യത്തിൽ ആ വനിതാ
സ്ഥാനാർത്ഥി ഒരു ജനകീയ കൂടിയാണെങ്കിൽ അത് വലിയ രീതിയിൽ CPM-ന് പ്രതീക്ഷ നൽകുമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലുകളിലൂടെ തന്നെയാണ് CPM KK ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അതായത് KK ശൈലജ എന്ന് പറയുന്ന വ്യക്തി അവർ യഥാർത്ഥത്തിൽ CPM-ന്റെ പ്രതിനിധിയാണെങ്കിൽ പോലും അവർ പാർട്ടിക്ക് അപ്പുറത്തേക്കാണ് അവരുടെ ഇമേജ് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി പ്രൗഢി തന്നെയാണ് യഥാർത്ഥത്തിൽ CPM ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ശൈലജ ടീച്ചർ അവിടെ വെക്കുന്ന സാഹചര്യത്തിൽ ആ TP എഫക്റ്റ് അവിടെ കുറയാനുള്ള സാധ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ വോട്ടാക്കി മാറ്റാനായിട്ട് CPM ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷം എന്ന് പറയുന്ന വലിയൊരു സാധ്യത യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യകാലങ്ങളിൽ. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇക്കുറി കോൺഗ്രസിൽ നിന്നും ഒരുപാട് ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാന കാരണം കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെയാണ്. പലപ്പോഴും നിലപാടെടുക്കാനുള്ള കാലതാമസവും ചില നിലപാടുകളോടുള്ള സമീപനവും ചില ഇരട്ടത്താപ്പുകളെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായി വരാനുള്ള സാധ്യതയാണ്. ഒരർത്ഥത്തിൽ CAA ആണെങ്കിലും പലസ്തീൻ വിഷയമാണെങ്കിലും രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെങ്കിലും ഇതെല്ലാം തന്നെ കോൺഗ്രസിന് തിരിച്ചടിയായി വരുമെന്നുള്ളത് തീർച്ചയായും ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നും CPM-ലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യവും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ CPM-ന് കണ്ണുണ്ട് എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇക്കുറി പറ്റിയ വലിയൊരു പാകപ്പിഴവാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം കുറഞ്ഞു എന്നുള്ളത്. അതൊരു വനിതാ നേതാവ് AICC വാക്താവ് തന്നെയാണ് രംഗത്തെത്തിയത്. അതിനെതിരെ വലിയ തരത്തിലുള്ള ചർച്ചയും കോളിളക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായതാണ്. ഷമ മുഹമ്മദിന്റെ ആ വാക്കുകൾക്ക് K സുധാകരൻ നൽകിയ മറുപടി അവർ കോൺഗ്രസിലെ ആരുമല്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. പിന്നീട് ഒരു അനുനയ ചർച്ചയിലേക്കെല്ലാം തന്നെ സംഭവം നീങ്ങുകയായിരുന്നു. എന്ത് തന്നെയാണെങ്കിലും വനിതാ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ തന്നെ ഉണ്ടായി എന്നുള്ളതും അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് ക്ഷമ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ താങ്കൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ നിർത്താമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലായിടത്തും സിറ്റിംഗ് MP-മാർ മാത്രമാണ് മത്സരിക്കുന്നതിനുള്ള തീരുമാനം എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ചില നീക്കുപോക്കലുകളെല്ലാം തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിൽ നിങ്ങൾക്കൊരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താമായിരുന്നു എന്നുള്ളതായിരുന്നു ക്ഷമയുടെ ഭാഗം എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് അതിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ആകെ തയ്യാറായത് അവിടെ ഷാഫി പറമ്പിലെ പാലക്കാട് നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷ സമവാക്യം ഊട്ടിയുറപ്പിക്കുക എന്നുകൂടി പറയുന്ന കോൺഗ്രസിന്റെ ഒരു നീക്കം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ സമവാക്യങ്ങൾ ഇക്കുറി കോൺഗ്രസിന് ചില പാളിച്ചകൾ പറ്റിയെന്നുള്ള ശ്രദ്ധേയമാണ്. ആ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-ൽ അതായത് ലീഗിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ആ സമവാക്യങ്ങൾ തിരുത്താനായിട്ട് ആളുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു വാദമായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ബാക്കി കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഇരു മുന്നണികളും സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷമാണെങ്കിലും വനിതാ സംവരണമാണെങ്കിലും എടുത്തുകൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു വിമർശനം ഉയരാനുള്ള സാധ്യത ഏറെയാണെന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയെന്ന് മാത്രമാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് മാറ്റുന്ന സാഹചര്യത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഷാഫിക്ക് വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയായിരുന്നില്ല. K മുരളീധരനെ സേഫ് ആക്കുക, തൃശ്ശൂരിനെ സേഫ് ആക്കുക, സുരേഷ് ഗോപിയിൽ നിന്നും തൃശ്ശൂർ പിടിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം. അതേ സാഹചര്യത്തിൽ ഷാഫിയെ വടകരയിൽ നിർത്തുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു ന്യൂനപക്ഷത്തെ ലക്ഷ്യം കാണുന്നുണ്ട്, ന്യൂനപക്ഷ സംവരണവും ലക്ഷ്യം കാണുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഘടകം. എന്ത് തന്നെയാണെങ്കിലും വടകര ലോക്സഭാ മണ്ഡലത്തിലെ സമവാക്യങ്ങളെല്ലാം തന്നെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പോഴും CPM-ന് പ്രതീക്ഷയുള്ളത് ബാക്കി 7 നിയോജക മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെയെല്ലാം തന്നെ LDF-ന് ഏറെ സ്വാധീനമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം അവിടെ RSPക്ക് മേൽക്കൈയുണ്ട്. പക്ഷെ അത് വെച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDF-ന് ഏറെ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഏറെ സ്വാധീനമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ സ്വാധീനം തന്നെയാണ് യഥാർത്ഥത്തിൽ LDF-ന് ഒരു ആത്മധൈര്യം കൊടുക്കുന്നത്. അതേ സാഹചര്യത്തിൽ ശൈലജ ടീച്ചറെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കൃത്യമായ അല്ലെങ്കിൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഒരു ജാഗ്രതയോടെ ആത്മസംയമനം പാലിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷ യഥാർത്ഥത്തിൽ CPM-ന് ശൈലജ ടീച്ചറോട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേ സാഹചര്യത്തിൽ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വ്യക്തികളാണെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തരംഗമായി മാറുന്നു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പക്ഷേ അപ്പോഴും ശൈലജ ടീച്ചർ ജനങ്ങൾക്ക് ഉള്ളിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് CPM ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത്.